പഴയ ഒരു ഏപ്പടം ഇറങ്ങി. മുത്തശ്ശനാണോ പ്രേതം? അവരുടെയൊക്കെ കൊള്ളാല്ലേ ബേബി, പണ്ടത്തെ ബേബിയോ? ഏതോ അതല്ലടാ. കോള് മാറിപ്പോയാ. ഇത് ചിലപ്പോ രാജുവേട്ടന്റെ ബ്രില്യൻസ് ആയിരിക്കും, നമുക്ക് പറയാൻ ഈ പറ്റും. പൂച്ചയ്ക്ക് വാലുണ്ടോ? ഇത് സാധാ പൂച്ചയല്ല, സാധാ പൂച്ച ഇങ്ങനെയല്ല. കള്ളം പൂച്ച. മോനെ വെൽക്കം ഫോക്സ്. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് പ്രഭാസിന്റെ രാജാ സാബ് എന്ന സിനിമയുടെ ടീസറാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഈ വീടിന്റെ ദേഹമാണ്, ഈ സമ്പത്തിന്റെ ജീവനും, എന്റെ കാലശേഷവും ഇതെല്ലാം ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി. ഹലോ ഹലോ ഹലോ, വണ്ടി കുറച്ച് മെല്ലെ, അല്ലെങ്കിലേ നമ്മുടെ ലൈഫ് അത്രയേ ഉള്ളൂ. പറയൂ, നിങ്ങൾ ചെയ്ത പാപം എന്താണ്? പാപം ഉണ്ണിയനൊക്കെ എന്താ ഡിഗ്നിഫൈഡ് ലവ് ചെയ്യുമ്പോ മരിക്കോളം കൂടെ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് അത് മൊത്തത്തിൽ സീൽ ചെയ്ത് കളഞ്ഞില്ലെന്നേ. മാഡം, അതവന്റെ കുടിച്ചത് കുറച്ച് കൂടിപ്പോയത് കൊണ്ടാ. മാളവിക മാളവിക ജഗന്നാഥ പ്രഭു, ക്യാ ഹോ രഹാ ഹൈ? അയ്യോ, മുത്തശ്ശൻ വയറ് കടിച്ചു മുറിച്ചോന്ന് പുറത്തുപോയി നോക്കടാ. മുത്തശ്ശനാണോ പ്രേതം? ഈ പടം 3D ആണ്. 3D ആണോ അത്? 3D കാണുന്നില്ല, ഇല്ല. 3D കൂടി അല്ലെങ്കിൽ അവരുടെയൊക്കെ കൊള്ളാല്ലേ. പ്രഭാസിനെ നല്ല ലുക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ച് കാലത്തിന് ശേഷം നല്ല മൊഞ്ചുള്ളൊരു രൂപത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. പക്ഷെ ഓവറായി ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ അനിമേറ്റ് ചെയ്ത് വെച്ച് പോലെ ഉണ്ടല്ലേ. എന്തോ തുടക്കം കുറച്ച് ബോറായി മേബി എഫക്ട്, പിന്നെ കുറച്ച് മിഡിലേക്ക് എത്തിയപ്പോ കുറച്ച് നല്ല രസമുണ്ട്. ആസ് ആൻ എഡിറ്റർ, ഒരു സിനിമ എഡിറ്റർ എന്ന രീതിയിൽ ഈ ട്രെയിലറിൽ അല്പം എഡിറ്റ് കൂടിപ്പോയോ? എഡിറ്റ് എനിക്ക് ഇഷ്ടമായി. നല്ല കുറെ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് കുറെ കുത്തി കയറ്റാൻ നോക്കിക്കുന്നു. പക്ഷെ എനിക്ക് 2-3 കാര്യമാണ്. എന്താ ശങ്കരൻ തമ്പിയോ മണിശത്രത്താഴിലെ എനിക്ക് ഒരു കാര്യം മെയിൻ ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് നായികല്ലേ ശരിക്കും പെങ്ങളാക്കാൻ പറ്റും. ഒരൊറ്റ ചേർച്ചയില്ല ഫസ്റ്റ് നായികൻ. ഇപ്പൊ പെങ്ങളാണോ സിനിമക്കകത്ത് അറിയില്ല. ഈ പെണ്ണില്ലേ നിധി അഗർവാള്, ശരിക്കും ഒരു മാളവിക കറക്റ്റാണ്. ആ ഒരു ഏജ് കറക്റ്റ് തോന്നിക്കും. പക്ഷെ നിധി അഗർവാൾ എന്തോ പെങ്ങളാവാനുള്ളൊരു പ്രായം തോന്നിക്കുന്നുള്ളൂ. ഈ പടം കണ്ടപ്പോൾ ആരെങ്കിലും സംസ്ഥാനത്തിന് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്നുള്ള സിനിമ ഉണ്ട്, അത് പൊട്ടിയ പടമാണ്. അപ്പൊ അതുപോലെ ആവുന്നൊരു പേടിയുണ്ട് കണ്ടിട്ട്. അതിന് ചാൻസ് ഇല്ല, പറയാൻ പറ്റില്ല. ക്ലൈമാക്സ് ഒക്കെ എന്തോ മലയാളത്തിൽ ഡബ് ചെയ്തോണ്ടോ പോകുന്നുണ്ടോ, ഒരു പിടുത്തം കിട്ടുന്നില്ല. അമ്മാവ കടിച്ചു വലിച്ചടാ. അല്ല അച്ഛൻ സിറ്റുവേഷനിൽ എത്തുമ്പോൾ നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവും. ഇപ്പം കണ്ട കോമഡി ആയിട്ട് പോകുന്നു. ഇതിലൊരു ദിഗംബരൻ ലൈറ്റ് ഉണ്ട്. നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചോ ദിഗംബരൻ ലൈറ്റിനെ? ഞാൻ കാണിച്ചു തരാം. സഞ്ജയ് എനിക്ക് പെട്ടെന്ന് പ്രഭാസ് കാണുമ്പോ ഇപ്പൊ കൊറേ പുള്ളി ഭയങ്കര ഷൈ ആണല്ലോ, ഈ ഇൻട്രോവേർട്ടാ. മൂപ്പര് സ്റ്റേജിൽ വെക്കുമ്പോ രാജമൗലി ഇവരൊക്കെ സദസ്സിൽ ഇരുന്നിട്ട് ചിരിക്കുന്നതാണ്. പെട്ടെന്ന് ഈ ഒരു സീൻ വേണ്ടായിരുന്നില്ലേ? ലേശം പുഷ്പക്കാത്ത് ദിഗംബരനിട്ട് വഴറ്റിയെടുത്ത പോലെ. ഇൻട്രോവേർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മൂപ്പര് ഒരു പ്രസ് കോൺഫറൻസിൽ കയറി സംസാരിക്കുമ്പോ താങ്ക്സ് ലോട്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ ഇറങ്ങിപ്പോ
ഇഷ്ടാണ് പറയണുണ്ട്, ഭയങ്കര രസം എടുത്ത് കണ്ടു കഴിഞ്ഞാൽ. ഈ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ടീം മൊത്തം നിന്ന് ഡാൻസ് ചെയ്യാണ് മറ്റേ നടുവിൽ നല്ല പ്രായമുണ്ടോ വിജയത്തിന്? പിന്നെ മൂപ്പര് ഏത് കാല 80s 90s 80s ഒക്കെ ഉള്ള സമയത്തുള്ള ഹീറോ ആണ്. ഒരു 65 കടന്നു നിൽക്കുന്നില്ല, എല്ലാ ലാംഗ്വേജിലും ചെയ്യുന്നുണ്ട് സിനിമ അല്ലേ? ഒരു വാരി കൂടി ചെയ്യും അതൊക്കെയാണ് തലവരാന്ന് എടാ പറയുന്നത്. ഇത് ഇയാളെ കണ്ടപ്പോ ചക്തിമാലിനെ എങ്ങനെയാ തോന്നി ഫസ്റ്റ്? മുകേഷ് കന്യോ? മുകേഷ് ഖന്ന പോലെ എടുത്തോക്കെ വന്ന് മുകേഷ് എല്ലാത്തൊരു വ്യക്തമാണ്. എടാ ഇത് മറ്റേ ഇവരല്ലേ, ഇയാളല്ലേ ഇർഫ് ബൊമ്മൻ ഇറാണി. ഹിന്ദി സിനിമകളിലാണ്. കൊള്ളാം, കണ്ടറിയണം ബാക്കി. എന്തായാലും ഫയർ ഡിപ്പാർട്ട്മെന്റ് നല്ലോണം വർക്ക് ചെയ്തിരിക്കണം. മൊത്ത കത്തല ബുക്കിന്റെ സാർ ഒരു മിത്തോളജിക്കൽ ബുക്ക് തുറക്കുന്ന സീനാണ്, കുറച്ച് വെറൈറ്റി ആക്കണം, കുറച്ച് തീയിട്ടുള്ളൂ അതിന്റെ ഹാരി പോട്ടറിൽ ഇങ്ങനത്തെ സീനില്ലേ? ആ മുടിയും ആ കഥാപാത്രത്തിന്റെ ഒരു ഗെറ്റപ്പും ഒക്കെ, പക്ഷെ സാധനം വേറെ എന്ന് മാത്രം. എടാ സമുദ്രക്കന്നി ഹൊറർ മാസ് സമുദ്രക്കനി ഉണ്ടല്ലേ? ഈ ഫ്രെയിം സമുദ്രക്കന്യാന്ന് തോന്നുന്നു. അത് സമുദ്രക്കന്യല്ലേ? എടാ ഇത് ഐ തിങ്ക് ഇതൊരു പഴയകാലം കാണിക്കാൻ തോന്നുന്നു കണ്ടിട്ട്. ആ കൊട്ടാരത്തിൽ പ്രേതമായി, അതിനുമുമ്പ് കൊട്ടാരം എങ്ങനെയായിരുന്നു? ഫ്ലാഷ് ബാക്കാ, കുതിരനെ കണ്ടില്ലേ, രാജഭരണം. ഈ ഹൊറർ കോമഡിന്ന് വ്യത്യാസമായിരിക്കുമല്ലോ, ഹൊറർ മാസിന് കുറച്ചുകൂടി ഫാനായിരിക്കും ചിലപ്പോ. പ്രേതത്തിനൊക്കെ എടുത്തിട്ട് അടിക്കുന്ന ചെറിയ ക്യാൻവാസിലുള്ള ഒരു ചെറിയ നടക്കുന്ന ഒരു കഥയായിരിക്കും, ഒരു കൊട്ടാരത്തിൽ മാത്രം ബേസ് ചെയ്ത് നടക്കുന്ന കഥയാണ്. അതിനെന്തെങ്കിലും പിന്നെ അങ്ങനത്തെ കഥകൾക്ക് അധികം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ എന്തെങ്കിലും. ബേബി പണ്ടത്തെ ഏതോ അതല്ലടാ, കോള് മാറിപ്പോയാ സാഹചര്യം വിട്ടുപോയി. ആ ബാക്കി പറ, ബാക്കി എടുക്കട്ടെ. ബേബി എന്ന് പറഞ്ഞു. ഇവൻ ഇതിനെ കണ്ടിട്ടാണോ ബേബിന്ന് വിളിച്ചത്? എടാ എനിക്കെന്താ പറയാ പറയാനുള്ളത്, ഇത് ഇവര് നല്ല രീതിയിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ ഈ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് കൊടുക്കുമ്പോഴോ എന്തോ ചെയ്യുന്ന പോലെ ഈ 50% നല്ലതും 50% മോശവും miക്സ് ചെയ്തിട്ട്, അതുകൊണ്ട് നല്ലതാണെന്നും പറയാൻ പറ്റുന്നില്ല, മോശമാണെന്ന് പറയാനും പറ്റുന്നില്ല. കാരണം VFX ആയാലും VFX ചില സീന് അബദ്ധ, പക്ഷെ ചില സീൻ അടിപൊളി. അതുകൊണ്ട് ഐ തിങ്ക് ഈ ഡാർക്ക് ഷെയ്ഡ് കാണിക്കുന്നതൊക്കെ പഴയകാലമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഐ മീൻ പഴയകാലത്തിന് ശേഷം ആ കൊട്ടാരം അതപ്പതിച്ച് കിടക്കുന്ന അവസ്ഥയിൽ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഡാർക്ക് തീമാക്കി വെച്ചേക്കുന്നത്. അല്ല, അങ്ങനെ ഇത് എല്ലാത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നതിന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം അറിയില്ലല്ലോ അതിനകത്തുള്ളത്. അതിന്റെ ഈ ട്രെയിലർ എങ്ങനെയും നിർമ്മിക്കാമല്ലോ, അത് നമ്മളെക്കാനോ അതിന്റെ ഒരു സൂചനകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഈ കാണുന്നതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടാവുന്ന. എന്തായാലും മുതലുള്ള കൊട്ടാര അതെ, ഏതൊരു ഫ്രെയിമിലും മുതലുണ്ട്. അല്ല, അവരെ ഓഡിയൻസിനനുസരിച്ചുകൂടി ഇരിക്കൂലേ, നമ്മളിപ്പോ ഒരു ട്രെയിലറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ആയിക്കോളാന്നില്ല. പക്ഷെ ആരാ അഭിനയിക്കുന്നത് നോക്കണം. പ്രഭാസിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് വെറും തെലുങ്ക് ഓഡിയൻസ് അല്ലല്ലോ, ഫുൾ ഇന്ത്യ അല്ലേ. നമ്മള് ഫാൻസ് നോക്കിക്കോ, 1000 കോടി വിട്ട് കളിയില്ല. അതെ, അതിൽ കുറഞ്ഞുള്ള കളി മേലോട്ടേക്ക് പോകുള്ളൂ. എന്തായാലും ഇത് നല്ല ഹിറ്റാവെന്ന് വിചാരിക്കാം. പക്ഷെ എനിക്ക് ലുക്ക് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സലാറിൽ വരെ എനിക്ക് അങ്ങോട്ട് ലുക്ക് കണ്ടിട്ടാണ് ഹായ് ഒന്ന് അടിച്ചിട്ടില്ല. ഇത് നല്ല മൊഞ്ചായിരിക്കുന്നു. ഈ പറഞ്ഞ 2 പോയിന്റ്സ്, ഒന്ന് ഏതായിരുന്നു മിക്സഡ് ആക്കിയിട്ടത്, നല്ലതും ഉണ്ട്, മിക്സ് ചെയ്തിട്ടിരിക്കുന്നവര്. എടാ ലോക്കലായിട്ട് വരുന്നുണ്ട്. ഇത് പൃഥ്വിരാജിന്റെ പടമല്ലോ, എന്തോ ഒരു ജോയ്, കുട്ടനാടൻ ജോയ്, മറ്റേത് നമ്മുടെ മുത്താണ് ജോയ്, നമ്മുടെ സ്വത്താണ് ജോയ്. പാവാടിയാ പടം പേര് അങ്ങനെയാണോ പടത്തിന്റെ പേര്? പവാടല്ലടാ, പവാട സിനിമയില് സിനിമ ആദ്യം ഇറങ്ങിയിട്ട് പാപ്പനും വർക്ക് ചെയ്യുന്നു അങ്ങനെ. അല്ലടാ, പാവാടി തന്നെയാടാ. സിനിമ ബേസ് ചെയ്തിട്ടാ കഥ പോകുന്നത്. പാവാട സിനിമ ഉണ്ട്, പാവാടാന്നുള്ള സിനിമയെ ബേസ് ചെയ്താ പോകുന്നത്. പഴയ ഒരു ഏർപ്പാട് ഇറങ്ങി, അതിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മള് രാജാ സാഹിബിന്റെ ചർച്ചയിലാട്ടോ. അല്ല, ഇത്രയും രാജുവേട്ടന്റെ റെഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മള് ഇത് ചിലപ്പോൾ രാജുവേട്ടന്റെ ബ്രില്യൻസ് ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മൂപ്പര് സലാറിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചോണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഈസ്റ്റർ എഗ് ഈ സിനിമക്കകത്ത് വെക്കാന്ന് ചിലപ്പോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ വരവുണ്ട്. നമ്മളെ മറ്റേ ആളുണ്ടല്ലോ, അയ്യോ അത് നമ്മൾ ഇയാള് എന്താ പറയാ, അങ്ങനെ അയാളെന്ന് പറയാൻ പാടില്ല. അത് കുഴപ്പമില്ല, ഇയാളെ പറയും. ഉണ്ടല്ലോ നമ്മളെ ചിരഞ്ജീവിയുടെ അനിയല്ലോ പവൻ കല്യാൺ, പുള്ളിയെ മറ്റേ പടത്തില് അയ്യപ്പൻ കോശിന്റെ റീമേക്കിൽ മറ്റേ കേറി വരുന്ന സീൻ ഉണ്ടല്ലോ, ആ
അതേപോലെ ഉണ്ട് ആ മുണ്ടെടുത്ത് വരുന്നുണ്ട്. ആ വണ്ടിയിൽ ഇപ്പോൾ കൂടി പിടിച്ച് ചാടി കയറി മേലെ എത്തുന്ന ഒരു സീൻ ഉണ്ട്. അല്ല ഞാൻ അങ്ങനെ എഗെയിൻസ്റ്റ് പറയല്ല, എന്നാലും ചാന്തുപുട്ടിലെ ദിലീപ് ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഇടുന്നുണ്ടാവും. എടാ ഈ ആരെയാണോ നീ ആർക്കിട്ട് കമ്പയർ ചെയ്തത്? അങ്ങനെ പറഞ്ഞല്ല, അന്ന മാസാണ്. നടികർ രാക്ഷസനെ വെച്ചിട്ടാണ് നീ പ്രഭാസിനെ കമ്പയർ ചെയ്യുന്നത്. അല്ല, ആ കാര്യത്തിൽ ഞാൻ ദിലീപേട്ടന്റെ ഭാഗത്ത് അഭിനയത്തിന്റെ കാര്യം. അല്ല വേണ്ടതൊക്കെ അല്ല അഭിനയം പ്രഭാസ് ഇല്ലെങ്കിൽ ഞാൻ അഭിനയക്കാരനൊന്നും പറയുന്നില്ലല്ലോ, മാസിന്റെ ആളോ. അതെ, അതെ അതെ. പ്രഭാസ് അല്ല ഒരു ഫീൽ ഗുഡ് മൂവി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്തിട്ടുണ്ട്. ഒരു ലവ് പടം അല്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ സാധാരണ ഒരു കടയിലുള്ള ഒരു കടക്കാരനെല്ലായിട്ട് അത് ഞാൻ ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അല്ല, ലുങ്കിയിൽ എടുത്തിട്ട് കടയിൽ ചിരിക്കുന്നത്. പണ്ട് ചിലപ്പോ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അല്ല, പണ്ട് ചെയ്തിട്ടുണ്ടാവും, ഇപ്പൊ അത് നടക്കൂല. പണ്ട് ഇവന് ഇതിന്റെ ഉള്ളിൽ ഒരു ടീഷർട്ട് പുറമെ ഒരു ഷർട്ട് ഇട്ടിട്ട് ആ ഒരു റേഞ്ചിലാണ് സാധനം പോണു. കാരണം ഇവന്റെ ഫിസിക്കിന് പറ്റിയത് വേറെ ഒരു റോളൊന്നും ചെയ്യാൻ പറ്റില്ല. മൂപ്പരെ ഫിസിക്കിനെ നന്നായിട്ട് യൂസ് ചെയ്ത മാസപ്പിയിലുള്ള ഒരു സിനിമ ഉണ്ട്, ഛത്രപതി എന്ന് പറയും. അതിന്റെ BGM നമ്മൾ കേട്ടിട്ടുണ്ടോ ഛത്രപതി എന്ന് പറഞ്ഞ സിനിമ? ഛത്രപതി പഴയല്ലേ, മുന്നേ ഉള്ളതെന്നല്ലേ? ഫസ്റ്റ് ഇവന്റെ രാജമൗലിന്റെ തന്നെയല്ലേ? ആ രാജമൗലിന്റെ ഞാൻ തോന്നുന്നു. അതെ, രാജമൗലിയാണത്. ഛത്രപതി ഇവരെ ഫസ്റ്റ് കോമ്പിനേഷൻ സിനിമയാണല്ലോ. കുറച്ച് ഫ്രീക്ക് ആയിട്ട് ഇതേപോലെ ഫുൾ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള അല്ലേ? അതെ. അല്ല, മറ്റേ ഈ ഡെനിം ഇതിലെ ഇൻട്രോസീൻ അവിടെ പോയി. ആ പാട്ട് മാവൻ കേട്ടിട്ടുണ്ടാവും. ആ ഇത് ഞാൻ ഈ പടം തന്നെ കേട്ടില്ല. കൈരളി എടുക്കുന്നത് കൈരളി രീതി ഇത് ആക്ച്വലി ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ KGF-ലൊക്കെ കണ്ടൊരു സംഭവം വരുന്ന സമയത്ത് ആൾക്കാർ ഞെട്ടുന്ന റിയാക്ഷൻ എടുക്കുക. അങ്ങനെ എന്ന് പറഞ്ഞ സാധനം അത് ഏത് കാലത്ത് വരെ ഇറക്കിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതിൽ ഇവർ രണ്ടുപേരും ഞെട്ടുന്നത് ശ്രദ്ധിച്ചു. സ്പെഷ്യൽ കട്ട് എവിഡൻ്റ് ആയിട്ട് നമ്മളങ്ങനെ മലയാള സിനിമയിൽ കണ്ട് ശീലിച്ചിട്ടില്ല. തെലുങ്ക് ഓഡിയൻസിന് അത് നിർബന്ധമായിട്ടും വേണം. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് കണ്ട് എവിഡൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് നോക്കിക്കോണ്ടേ. ഡിഗ്രിയാ പോയെ. അത് ആ ഒരു റിയാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനമല്ല. അത് തന്നെയാണ് നമുക്ക്. നല്ലോണം കാണുന്നത് രാത്രി. ഇത് അടിപൊളി പടാ, അത് അടിപൊളി പടാ. പറഞ്ഞ പോലെ KGF-ലെ ഞെട്ടൽ തന്നെയാണ്. അത് ഓരോ 5 മിനിറ്റിലും ഞെട്ടിക്കല് കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ വേറെ ലീഗ്. എന്നാലും ഇതൊരു മിസ്കാസ്റ്റിംഗ് ആയി. പറയാൻ പറ്റില്ല. ചിലപ്പോ പെങ്ങളാ മറ്റോ ആയിരിക്കില്ലേ പടത്തിന്റെ അകത്ത്. പടം സമയം തീർക്കാൻ ആരെയും വേണ്ട പടത്തില്. പക്ഷെ ഇത് ഒരു ഫീല് വരുന്നുണ്ട്, സ്റ്റുഡിയോന്ന് ചെയ്താന്നുള്ളൊരു ഫീല് വരുന്നുണ്ട് കാണാൻ. അത് ശരിക്കും വേറെ അതിന് ആ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ബാക്ക് ഫയർ ആയ സിനിമയാണ് മൂപ്പര തന്നെ മറ്റേ രാമായണം. അതിന്റെ ശരിക്കുള്ള പേരെന്തേലും അത് അബദ്ധ സ്റ്റുഡിയോയിലിട്ട്. അത് സ്റ്റുഡിയോയില് ഇപ്പൊ കിങ് ആർത്തർ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അത് മോസ്റ്റ് ഓഫ് ദ ഷോട്ട്സ് സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്ത ഹോളിവുഡ് സിനിമ. പക്ഷെ അത് തോന്നിപ്പിക്കൂല. അതിലാണ് ഒരേ ടെക്നിക്ക് അറിയില്ല. ഇതിനെപ്പറ്റി അധികം അറിയാവുന്ന പ്രശ്നമുള്ളൂ. ഇതൊന്നും അറിയാത്തവർക്ക് ഒരു പ്രശ്നമില്ല. ഈ മാളവിക മേനോന്റെ ഫസ്റ്റ് മൂവിയാണോ ഇത്? വേടാ, മുപ്പത്തി കൊറേ ചെയ്തിട്ടുണ്ടാ. തെലുങ്ക് ഉണ്ടാവില്ലടാ, തെലുങ്ക് തമിഴിലുള്ളൂ. ഇൻസ്റ്റയിലെ കണ്ടിട്ടുള്ളൂ, ഞാൻ പറയുന്നില്ല. എന്താണ് SD പറഞ്ഞ? തെലുങ്കില് ഫസ്റ്റ് ആയിരിക്കില്ലേ? തെലുങ്ക് ഫസ്റ്റ് ആയിരിക്കില്ലേ? അറിയില്ല, ഞാൻ കൊറേ കണ്ടിട്ടുണ്ട്. തമിഴ് കന്നഡ കന്നഡയില് ഭയങ്കര ഫേമസ് ചിത്രം ചെയ്തിട്ടുണ്ട് സുദീപിന്റെ ഒപ്പം. കന്നഡയിലുണ്ട്. ഞാൻ പറഞ്ഞ തെലുങ്കില് ഫസ്റ്റ് ആണ് തോന്നുന്നു. അതെ, ആയിരിക്കട്ടെ, നല്ലൊരു തുടക്കം. നമുക്ക് അഭിമാനിക്കാം മലയാളി ആയതുകൊണ്ട്. ഇത് മറ്റേ പട്ടത്തിലല്ല, പട്ട ഏതോ സിനിമയില്ലേ, കുറെ ഏജ് ഉണ്ട്, നല്ല അത്യാവശ്യം വയസ്സുണ്ടോ, 10-35 വയസ്സ് എന്തായാലും. പട്ടത്തില് അടിപൊളിയാണ്. കറക്റ്റ്. ദുൽഖർ സൽമാന്റെ അതിലൊരു പാട്ട്, മഴയെ പാട്ട് ആ സിനിമയിലല്ലേ അഖിലേഷ് അല്ല, അതന്നെ മാമ എന്റെ ഗസ് കറക്റ്റ് ആണ് കേട്ടോ. കാരണം പല ടൈം ഇപ്പൊ സഞ്ജയ് ദത്ത് തന്നെ ഇപ്പൊ പ്രായമായി, അപ്പൊ പല ടൈം ലൈനിൽ നടക്കുന്ന കഥയാവാനും ചാൻസ് ഉണ്ട്. അതന്നെയാണ് കഥ. പണ്ടത്തെ രാജകൊട്ടാരം കാണിക്കണ്ട്, കുതിര കാണിക്കണ്ട്. ഇപ്പൊ എവിടെ കുതിര? എടാ മുതല മാത്രല്ല, കുതിരയും ഉണ്ട്. അല്ല, ഉള്ളിലൊരു കടൽ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹൊറർ ഫീൽ കാണിക്കാൻ വേണ്ടിട്ട് മറ്റേ ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി ആ സ്കെൽറ്റ് ഉള്ള മറ്റേ വരെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതുവരെ
എപ്പോഴും ഉള്ളൊരു ടെംപ്ലേറ്റ് ആണ്. എടാ ഏതെങ്കിലും നോക്കടാ, പഴയ ജഗദീഷിന്റെ ഒരു കട്ടുണ്ടോ? ആർക്ക് ആ വെള്ള അതിനെ ഈ വ്യക്തിനെ കുറിച്ച് ഞാൻ പറയാം. എല്ലാ സിനിമയിലും ഒരു ടെംപ്ലേറ്റ് ആണല്ലേ, ഒരു കോമഡി കഥാപാത്രം ഈ പേടിക്കാനായിട്ട് ഇട്ടേക്കും ഈ പ്രേതകഥയില്. പിന്നെ പിന്നെ ബുദ്ധി ഇല്ലാത്ത ഒരു അമ്മാവനും ഉണ്ടാവും പിന്നെ. കാര്യസ്ഥൻ പക്ഷെ എല്ലാം കംപ്ലീറ്റ് രാമോജി. എനിക്കൊന്നും മറ്റേ പാട്ടിന് മാത്രമേ ഇവര് പുറത്തു പോയിട്ടുണ്ടാവും, ബാക്കിയുള്ള രാമോജിന്റെ ഉള്ളിൽ സ്റ്റുഡിയോന്റെ അത് തന്നെ ആയിരിക്കും. എന്തായാലും നല്ല ഇത് ഡിസംബറിലാണ് റിലീസ് അല്ലേ? ഡിസംബർ. അതെ. ഇത്ര ഹൊറർ മൂഡൊക്കെ ആണെങ്കിലും എന്തായാലും തായ്ലൻഡിലെല്ലാം പോയിട്ട് ഒരു പാട്ടുണ്ടാവും എന്തായാലും ലൈറ്റ് ആക്കാനായിട്ട്. ഫുള്ള് വെളിച്ചം വരും അപ്പോൾ. സോ ഈ സീനാണ് എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റാത്തത്, ബാക്കിയൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് വിജയിച്ച നല്ലൊരു ഡിഫറെന്റ് ജേണർ പടം മൂപ്പരെടുത്ത് നമുക്ക് കിട്ടും. അല്ലെ ഇത് സെയിം സാധനം കണ്ടു കണ്ടേ ആക്ഷൻ ആക്ഷൻ ആക്ഷൻ. ഞാൻ ഇപ്പൊ അടുത്തൊരു ഹൊറർ മൂവി കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്ത്രീ 2 ആണ്. വേറെ ബാക്കിയുള്ള പടം അത്ര സക്സസ് ആയിട്ട് തോന്നില്ല. മലയാളത്തിൽ ഒരു പടം കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്, ഫീനിക്സ്. ഹൊററൊക്കെ മെയിനായിട്ട് മേക്കിംഗ് തന്നെയാണോ? മേക്കിംഗ് ഇല്ലെങ്കിൽ പോയി പടം കണ്ടാലേ മേക്കിംഗ് ഉണ്ടാവും. ഫീനിക്സ് ഒന്ന് കണ്ടോ, നല്ല പടം കാണും. ഓക്കെ. അപ്പൊ ഓരോരുത്തർക്ക് ഇതിന്റെ ഒരു റേറ്റിംഗ് പോലെ എന്താ പറയാനുള്ളത്. ഞാനിതിന് നമ്മൾ റേറ്റിംഗ് കൊടുക്കാൻ വലിയ ആൾക്കാരൊന്നും ആയിട്ടല്ല, എന്നാലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഓഡിയൻസിനോട് നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, നമുക്ക് എത്ര അതിന് തോന്നിയെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 5-ൽ ഒരു 3.5 ഞാൻ കൊടുക്കുന്നു. അതിൽ 3.5 കൊടുക്കാൻ കാരണം 2.5 പ്രഭാസിൻ്റെ ലുക്ക് ഉള്ളതുകൊണ്ടും പിന്നെ 1 മാർക്ക് ഇതിൻ്റെ VFXും പിന്നെ എഡിറ്റും കട്ടിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷേ 1.5 പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ ഞാൻ കണക്റ്റ് ആയേ ഇല്ല. നമ്മൾ KGFൻ്റെ ട്രെയിലർ എടുത്തു, അങ്ങനെ KGF പോട്ടെ, അത് വേറെ തന്നെ ജേണറാണെന്ന് വിചാരിക്കാം. പല ഹൊറർ മൂവിയുടെ ഇതെടുത്താലും നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് അതിലിട്ടേക്കും. മിറേഴ്സ് അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ കാണുകയാണെങ്കിൽ ഇതിൽ സ്റ്റോറി ഞാൻ കണക്റ്റ് ആയിട്ടില്ല. പക്ഷേ മേക്കിംഗ് ഉള്ളതുകൊണ്ടും പിന്നെ തമൻ്റെ മ്യൂസിക് ഉള്ളതുകൊണ്ടും എനിക്ക് കാണാൻ ഒരു പിന്നെ മാളവിക മോഹൻ ഉള്ളതുകൊണ്ടും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ തോന്നും. സോ അതുകൊണ്ട് 3.5 ഞാൻ കൊടുക്കുന്നു. ഇനി അനാവശ്യമായിട്ട് ഇത്ര ലെങ്ത് ടീച്ചറിന് വേണ്ടേ? ആവശ്യമില്ലാത്ത സാധനങ്ങള്, ബാഡായിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് തന്നിട്ട് 1 മിനിറ്റോ 1 സംതിങ് അങ്ങനെ വെച്ചാൽ മതി. എന്നാൽ തന്നെ കാണാൻ നമുക്കൊരു എൻജോയ്മെന്റ് ഉണ്ടാവും. ഇത് ഫസ്റ്റ് തന്നെ തുടക്കം തന്നെ വാഷ് ഔട്ട് സാധനം എത്തി തുടങ്ങി, പിന്നെ മിഡിലെത്തിയപ്പോ സാധനം കയറിക്ക്. എന്നാൽ എനിക്ക് വലിയ വിശ്വാസം പോരാ ഈ സിനിമ. ഫ്രാങ്കായിട്ട് പറയണമെങ്കിൽ ഒരു ജയിക്കാനുള്ള ചാൻസ് ഒരു 50% 50%. ഞാൻ ഒരു 3.5 തന്നെ കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ പ്രഭാസിന്റെ സിനിമയിൽ നിന്നൊരു വ്യത്യസ്തമായ ജോണർ, ദെൻ അതില് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ട്, കാരണം ഇപ്പൊ കുറച്ചുകൂടി ഒക്കെ നമ്മൾ പുരോഗമിച്ചില്ലേ, അതുകൊണ്ട് അവർ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരുന്ന ഒരു പ്രതീക്ഷയിൽ കൊടുക്കുകയാണ്. പക്ഷെ അത് ഫുള്ള് നമുക്ക് അത്ര ദഹിച്ചിട്ടല്ല. എന്നാൽ പോലും ഇതിന്റെ രസം എന്താണെന്നറിയോ, ഇതിന്റെ പടം ഇറങ്ങി കഴിഞ്ഞാൽ അശ്വന്തൊക്കെ വരും. പ്രഭാസിന് പ്രോപ്പർട്ടി ഇപ്പൊ വാങ്ങി വെച്ചിട്ടുണ്ടാവും. പ്രോപ്പർട്ടി അധികം ഒന്നും വേണ്ട, കന്നഡ മതി. അല്ല, ഇതിൽ കുറച്ച് നല്ല ലുക്കുകളല്ലോ. ഇപ്പോഴേ സാധനം പ്രിപ്പയർഡ് ആയിരിക്കും. അത് കാണാൻ കേരളത്തിൽ കൂടുതൽ ആളുകൾ ചിലപ്പോ പടത്തിനായിരിക്കില്ല. 3.5 എവിടെയാണ് ഇപ്പൊ വ്യത്യസ്ത വെറൈറ്റിക്കാണ് ഈ മാർക്ക് കൊടുത്തത്? എവിടെയാ മാർക്ക് പോയത്? 1.5 പോയതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഒന്നും നമ്മൾ മുഴുവൻ കൊടുക്കാൻ പാടില്ല. നമുക്ക് സ്കൂളിൽ മാർക്ക് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു മറുപടി ആയിരുന്നു അത്. മാമ ഞാൻ 2.5 കൊടുക്കുന്നുള്ളു. എവിടെ മാർക്ക് പോയി, എവിടെ മാർക്ക് കിട്ടി? കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഇതൊരു ഹൊറർ പടാന്ന് പറഞ്ഞിട്ട് ഹൊറർ കണ്ടന്റ് ഒന്നും ഞാൻ കണ്ടില്ല. കാര്യം ഭയപ്പെടുത്തുന്ന സീനില്ല, പിന്നെ കണ്ടു മടുത്ത ഒരു ടെംപ്ലേറ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഒരു പിടിച്ചിരുത്തുന്നില്ല, ഒരു ക്യൂരിയോസിറ്റി ഒന്നും തോന്നുന്നില്ല. എന്തൊക്കെയോ കുറെ പൂച്ച പോകുന്നു, വെള്ളം വരുന്നു, മുതലേനെ കണ്ട് ഒരു ഇത് നടുക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഒരു കാര്യം പറയട്ടെ. നീ പറഞ്ഞില്ലേ ഈ ഹൊറർ, അത് നമ്മൾ മലയാളികൾ പറയാൻ പാടില്ല. കാരണം ലോക സിനിമയിൽ തന്നെ ഇത്രയും വശ്യസുന്ദരികളായ പ്രേതങ്ങളെ അവതരിപ്പിച്ചത് നമ്മൾ മലയാള സിനിമയാണ്. അതുകൊണ്ട് പേടിച്ചില്ല, അതൊരു മാർക്ക് പോയി എന്ന് നമ്മൾ മലയാളികൾ പറഞ്ഞാൽ ബാക്കിയുള്ളവർ മുമ്പിൽ നമ്മൾ മോശം ഇല്ല. അതല്ല അങ്ങനെ പറയാൻ ഹൊറർ കണ്ടന്റ് പറയുകയാണെങ്കിൽ മലയാളത്തിലെ മണിച്ചിത്രത്താഴ് പോലത്തെ സിനിമകൾ കടന്നു പോയിട്ടുണ്ട്. ശരിയാണ്. BGM കൊണ്ട് പോലും ആളുകളെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും കേൾക്കുമ്പോൾ അനിമേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ എപ്പോഴും ഒരു പിടപ്പ് ഉണ്ടാവും പടത്തിന്, അതിനൊരു സോൾ ഉണ്ടാവും പടത്തിന്. പക്ഷെ അതൊന്നും കണ്ടറിയാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോ ജസ്റ്റ് ഞാനിപ്പോ കുറെ തമിഴ് ഹൊറർ പടം കണ്ടോണ്ടാന്ന് തോന്നുന്നു. അതിലൊക്കെ ഇതേ സെയിം സംസ്ഥാനത്തിലെ പടം നോക്കുകയാണെങ്കിൽ സെയിം ടെംപ്ലേറ്റ്. അരമനേത്, പിന്നെ സുന്ദർസിന്റെ പടങ്ങള് മിക്കതും ഇപ്പൊ ഹൊറർ പടങ്ങളാണ്. അരമനൊക്കെ ആണ് തോന്നുന്നത്. അതൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ്. പക്ഷെ അരമന ലേറ്റസ്റ്റ് അരമന കണ്ടിട്ട് എനിക്ക് പേടിയല്ല,
തോന്നിയത്. അവിടെ മാത്രം അതിൽ ഞാൻ നിർത്തുന്നു. അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നില്ല. പിന്നെ ഈ 2.5 കൊടുത്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഭാസിനെ കണ്ടിട്ടാണ്. പ്രഭാസിന് എനിക്ക് വിശ്വാസമുണ്ട്. മുമ്പേ കാണാൻ വേണ്ടി പോവാ. എന്തായാലും ഞാൻ ഫസ്റ്റ് ഡേക്ക് പോകും പടം കാണാം. ഓക്കെ, അങ്ങനെ ഈ രാജാ സാബ് നമ്മളെ പേടിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ ത്രസിപ്പിക്കുകയോ എന്നൊക്കെ ഡിസംബർ 5-ാം തീയതി അറിയാം. സോ പ്രഭാസ് തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ. പിന്നെ ഈ പൂച്ചേനെ കാണുമ്പം VFX-ന്റെ ഒരു ഭയം എനിക്കുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ഈ പൂച്ചക്ക് വാലുണ്ടോ? ഇല്ല, വാല് കട്ട് ചെയ്തിരിക്കുന്നു. ഇല്ല, വാലുണ്ടോ? ചെറുതായിട്ട് കാണാം. ഓക്കെ, ഈ വാലും എന്താണ് എത്ര സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ കാരണം മിസ്റ്റർ മാമൻ? സമയം കിട്ടാനിട്ട് പോടാണ് പറത്തിലായിട്ടായിരിക്കും മറ്റേ ഡയറക്ടർ ബ്രില്യൻസ് സിനിമയില് വാലുണ്ടാവും. ഈസ്റ്റർ എഗ് കറക്റ്റ്, മറ്റേ സ്പൈഡർമാന്റെ ടീസറിൽ ഒളിപ്പിച്ച വെച്ച പോലെ. സോ ലെറ്റ് സി. ഡിസംബർ 5-ാം തീയതി നമുക്കറിയാം. അങ്ങനെ എല്ലാ അത് പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡ്, ഇത് സാധാ പൂച്ചയല്ല. സാധാ പൂച്ച ഇങ്ങനെയല്ല മോനെ. ഇത്രയും നേരം ഈ കണ്ടിട്ട് ഇത് സാധാ പൂച്ചയാന്ന് വിചാരിച്ചിരിക്കുക. അതിന് രോമല്ലയോ പൂച്ചക്ക്? എടാ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയ പൂച്ചയാണ്. എടാ അല്ല, രോമല്ലാത്ത പൂച്ചനെ എനിക്കറിയാം, പക്ഷെ അതിന് കറുത്ത കളറല്ല. എടാ അത് പെയിന്റ് അടിച്ചാലും കിട്ടും. ഞാൻ പാടുന്നത് നല്ല പൈസ ഉള്ള പൂച്ചയാണ്. ഹൊററും കിടക്കുന്നു, പൈസ ഉള്ള പൂച്ച, പാവം പൂച്ച, ഹൊറാക്കി പേടിപ്പിക്കും പോവാ. എടാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ മാരുതി എന്നെ പേഴ്സണലായിട്ട് വിളിക്കുന്ന എനിക്ക് തോന്നുന്നത്. പൂച്ചയുടെ അഭിനയിക്കാനോ? അല്ല, ഇത്രയും ഡയറക്ടർ ബ്രില്യൻസ് സ്പോട്ട് ചെയ്തോണ്ടേ. അല്ല, ഞാനിപ്പോ ഇടയ്ക്ക് പെറ്റ് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പൊ അതിലിങ്ങനെ പൂച്ചനെ കണ്ടു. അല്ല, ഉണ്ട് ഇങ്ങനത്തെ പൂച്ച ഉണ്ട്. കാര്യങ്ങളാണ് ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് പിള്ളേരെ അവതരിപ്പിക്കുക. സത്യം, അങ്ങനെ ഒരു സൈഡ്. അല്ല, നമുക്ക് ഇന്ത്യയിൽ എന്തോരം വെറൈറ്റി പൂച്ചകളുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് പൂച്ചയല്ല ഉപയോഗിച്ചത്. അതാണ് ശ്രദ്ധിക്കണം. അപ്പൊ ഈ പൂച്ചേന്റെ പിന്നിലെ രഹസ്യം ഫേസ് വേറെന്തോ ഒരു ടൈപ്പില്ല, ക്രോസ് പോലെ ഉണ്ടല്ലോ ഫേസ് പൂച്ചന്റെ. പട്ടിയായിട്ടൊരു ക്രോസ് വെച്ചോല്. അത്രയ്ക്കാ ചിന്തിക്കുന്നില്ല. നമുക്ക് പൂച്ചയോട് കൂടി അവസാനിക്കാം. ഈ 5 മിനിറ്റിന്റെ രാജാസാബ് റിയാക്ഷനില് പ്രഭാസിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പൂച്ചേനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. എന്തായാലും അതുകൊണ്ട് പൂച്ച ഈ സിനിമയിൽ വലിയ കഥാപാത്രമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മളാണ് ആദ്യം സപ്പോർട്ട് ചെയ്തത്. പൂച്ച ഞാൻ ആരാ കേട്ടോ. അതെ, ലെറ്റ്സ് ഹോപ്പ് ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. Hope you guys have enjoyed the video. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ എത്തിയിരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so keep watching, keep supporting. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.